നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അറിഞ്ഞാലേ നമുക്ക് പല പ്രോബ്ലങ്ങളും ചെയ്യാൻ പറ്റൂ. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് സെക്ഷൻ. ഓരോന്നായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പം അതിനകത്ത് ആദ്യത്തെ സാധനം ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യാം. ഏരിയ, നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഈസ് എ ലെങ്ത്, ബ്രെഡ്ത്ത് ഈസ് എ ലെങ്ത്. അപ്പൊ എൽ ഇൻറ്റു എൽ എന്ത് വരും? എൽ സ്ക്വയർ എന്നായില്ലേ? സോ എൽ സ്ക്വയർ ആണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ. സോ വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ? എൽ സ്ക്വയർ. വല്ല ബുദ്ധിമുട്ടും തോന്നിയോ? സിമ്പിൾ അല്ലേ? അടുത്തത് വോളിയം. വോളിയം ഒരു റെക്ടാങ്കുലർ ബോക്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ ഏരിയ എങ്ങനെ കാണും? സോറി, വോളിയം എങ്ങനെ കാണും? വോളിയം കാണാൻ എൽ ബി എച്ച് എന്നാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ലെങ്ത് തന്നെയാണ്, ബ്രെഡ്ത്ത് ഒരു ലെങ്ത് തന്നെയാണ്, ഹൈറ്റും ഒരു ലെങ്ത് തന്നെയാണ്. അപ്പൊ എൽ ഇൻറ്റു എൽ എന്ത് വരും? എൽ ക്യൂബ് എന്ന് വരും. അപ്പൊ എൽ ക്യൂബ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം. ബുദ്ധിമുട്ടില്ല. അടുത്തത് ഡെൻസിറ്റി. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണം. ഡെൻസിറ്റി നമുക്ക് പണ്ടേ അറിയാം. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ മാസിന് നമുക്ക് എം എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ വോളിയത്തിന് നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ, എൽ ക്യൂബ് എന്നാണ്. അപ്പൊ എം അതുപോലെ എഴുതി. ഇനി എൽ ഇതങ്ങ് മേലെ പോകുമ്പോൾ എൽ റൈസ് ടു -3. അപ്പൊ എം എൽ റൈസ് ടു -3 ആണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്തോന്ന്? ഡെൻസിറ്റി. സിമ്പിൾ അല്ലേ? അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരിയഡ് എന്നാണ്. 1 ടൈം പീരിയഡ് എന്നാണ്. അപ്പൊ 1 ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ടി. ഇതങ്ങ് മേലെ ചെല്ലുമ്പം ടി റൈസ് ടു -1 ആയില്ലേ? സോ ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? ഫ്രീക്വൻസി. അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയണം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു ലെങ്ത് അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഞാൻ എൽ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പൊ ഇത് മേലെ പോകുമ്പോൾ എൽ ടി റൈസ് ടു -1 എന്ന് വരും. സോ എൽ ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി. ബുദ്ധിമുട്ടില്ല. അടുത്തത് സ്പീഡ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ഒരു ലെങ്ത് അല്ലേ? അപ്പൊ ഡിസ്റ്റൻസിന് പകരം നമുക്ക് എൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ടൈമിന് നമുക്ക് ടി എന്ന് എഴുതാം. അപ്പൊ എൽ അതുപോലെ എഴുതി. ഈ ടി മേലെ ചെല്ലുമ്പോൾ ടി റൈസ് ടു -1 ആവും. അപ്പൊ എൽ ടി റൈസ് ടു -1 ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ്. ബുദ്ധിമുട്ടില്ല. അടുത്തത് ആക്സലറേഷൻ. ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ പറയണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? പറ. ആക്സലറേഷൻ കാണാൻ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് അല്ലേ? ചേഞ്ച് ഓഫ് വെലോസിറ്റി എങ്ങനെ കാണും? ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി മൈനസ് ചെയ്യും. അപ്പൊ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എടുത്താൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയി, ഡിവൈഡഡ് ബൈ ടൈം. ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി മൈനസ് ചെയ്താൽ ആൻസർ ഒരു വെലോസിറ്റി ആയിരിക്കുമല്ലോ. അപ്പൊ ആൻസർ ഈസ് എ വെലോസിറ്റി തന്നെ. അപ്പൊ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. നിങ്ങൾ തന്നെ പറയൂ. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ഇപ്പൊ ചെയ്തു. എന്താണ്? എൽ ടി റൈസ് ടു -1 എന്നാണ്, ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ ടി തന്നെ. ഓക്കെ, ഇനി എൽ ടി റൈസ് ടു -1 അതുപോലെ എഴുതി. ഇനി ഇതുകൂടെ മേലെ ചെല്ലുമ്പോൾ ടി റൈസ് ടു -1 കൂടെ ആയി. അപ്പൊ ആൻസർ എന്തായി? എൽ ടി റൈസ് ടു -1 കൂടെ ആഡ് ചെയ്താൽ -2 അല്ലേ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു -1 എന്ത് വരും? ടി റൈസ് ടു -1 പ്ലസ് -1 എന്ത് വരും? ടി റൈസ് ടു -2. അപ്പൊ ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എൽ ടി റൈസ് ടു -2. അടുത്ത് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണം. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. പണ്ടേ നമ്മൾ പഠിച്ച 9th നമ്മൾ പഠിച്ചാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നാണ്. മാസിന് നമ്മൾ എം എന്ന് എഴുതും,
ആക്സലേഷൻ ഇപ്പൊ പറഞ്ഞു എൽ ടി റൈസ് ടു -2 ആണ്. അപ്പൊ ഫോഴ്സിന്റെ ആൻസർ എന്താണ്? എം എൽ ടി റൈസ് ടു -2 എന്നാണ്. എം എൽ ടി റൈസ് ടു -2 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്തോന്ന് ഫോഴ്സ്. അടുത്തത് വർക്ക് ഓർ എനർജി. വർക്ക് ഓർ എനർജി. വർക്ക് ഓർ എനർജി രണ്ടിന്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ നമ്മളിപ്പോൾ പറഞ്ഞതാണ് എം എൽ ടി റൈസ് ടു -2 എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു ലെങ്ത് അല്ലേ, അപ്പൊ എൽ ആണ്. അപ്പൊ ആൻസർ എന്ത് വരും പറയൂ? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഇതാണ് ഇതിന്റെ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? വർക്ക് ഓർ എനർജി. ഓക്കെ. അടുത്തത് ഇമ്പൾസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമ്പൾസ് എന്ന്? ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ആയിട്ട് ആൻസർ പറയണം. ഫോഴ്സിന്റെ എന്താണ്? ഫോഴ്സിൻ്റെത് എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടൈമിന്റെ എന്താണ്? ടി. അപ്പൊ ആൻസർ എന്താ വരും? ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 1 ആണ്. അപ്പൊ ആൻസർ എന്തായി? എം എൽ പറയൂ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ എന്ത് വരും? -2 1 കൂടെ ആഡ് ചെയ്താൽ -1. അപ്പൊ എം എൽ ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? ഇമ്പൾസ്. അടുത്തത് മൊമെന്റം. മൊമെന്റം. മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ എന്താണ്? എം. വെലോസിറ്റി എന്താണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എൽ ടി റൈസ് ടു -1. അപ്പൊ എം എൽ ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെന്റം. നോക്കൂ, ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അടുത്തത് പ്രഷർ ഓർ സ്ട്രെസ്. പ്രഷർ ഓർ വേറൊരു ക്വാണ്ടിറ്റി ആണ് സ്ട്രെസ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ. എം എൽ ടി റൈസ് ടു -2 എന്നാണ്. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ടിടത്ത് ഓരോ എല്ല് ക്യാൻസൽ ആവും. ഇവിടെ ബാക്കി ഒരു എല്ല് വരും. അത് മേലെ വരുമ്പോൾ -1 ആവും. അപ്പോ എം പറയൂ എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ ഓർ സ്ട്രെസ്. ഇനി അടുത്തത് സ്ട്രെയിൻ. സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നോക്കൂ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആവാം, ഏരിയ ആവാം, ഓളി ആവാം, ഏതോ ആവാം. അപ്പൊ നോക്കൂ, അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നെടുത്താൽ എന്ത് വരും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്? പറയൂ. ചേഞ്ച് ഇൻ ലെങ്ത് എടുത്താൽ ആൻസർ ഒരു ലെങ്ത് അല്ലേ, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ലെങ്ത് അല്ലേ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ ഡയമെൻഷൻ വരില്ല അല്ലേ. ഡയമെൻഷൻ ഒന്നും നോ ഡയമെൻഷൻ എന്ന് വരും. ഇനി ഇവിടെ ചേഞ്ച് ഇൻ ഓളിയം ആണെങ്കിലോ, ചേഞ്ച് ഇൻ ഓളിയം ബൈ ഒറിജിനൽ ഓളിയം എന്ന് എടുത്താലും അങ്ങനെ തന്നെ. ചേഞ്ച് ഇൻ ഓളിയം എടുത്താൽ ആൻസർ ഒരു ഓളിയം ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഓളിയം എന്ന് പറയുന്നത് ഓളിയമാണ്. വെട്ടിപ്പോയിട്ട് നോ ഡയമെൻഷൻ. അപ്പോ നോ ഡയമെൻഷൻ. എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ മറക്കരുത്, സ്ട്രെയിൻ ഹാസ് നോ ഡയമെൻഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിൻ ഹാസ് നോ ഡയമെൻഷൻ. അടുത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ്സിന്റെ ആൻസർ എന്താണ്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രെസ്സിന്റെ ആൻസർ എന്താണ്? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ സ്ട്രെയിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0. ഒരു നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പൊ ഇതിനെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണ്ട. അപ്പൊ ആൻസർ എന്താണ്? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും സ്ട്രെസ്സിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും സ്ട്രെസ്സിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അടുത്തത്
സർഫസ് ടെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സർഫസ് ടെൻഷൻ എന്ന് നിങ്ങൾ പഠിച്ചു കാണാനാണ് ചാൻസ്. സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് ബൈ ലെങ്ത് എന്നാണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നാണ്. ഫോഴ്സിന്റെ ആൻസർ എന്താണ് നിങ്ങൾ പറയൂ? എം എൽ ടി റൈസ് ടു -2 എന്നാണ്. ഡിവൈഡഡ് ബൈ എൽ, ഓരോ എൽ ക്യാൻസലായി. അപ്പൊ ആൻസർ എന്ത് വരും? എം ടി റൈസ് ടു -2 എന്ന് വരും. സോ വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ? എം ടി റൈസ് ടു -2. അടുത്ത് സർഫസ് എനർജി. സർഫസ് എനർജി, സർഫസ് എനർജി കേട്ടിട്ടുണ്ടോ? സർഫസ് എനർജി കാണാൻ എനർജി ബൈ ഏരിയ എന്നാണ് ഇക്വേഷൻ. എനർജി ബൈ ഏരിയ. എനർജിയുടെ ആൻസർ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? എനർജിയുടെയും വർക്കിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ എന്താണ് നമ്മൾ പഠിച്ചതാണ്? എൽ സ്ക്വയർ. എൽ സ്ക്വയർ ക്യാൻസൽ ആവും. നിങ്ങൾക്ക് കിട്ടുന്നത് എം ടി റൈസ് ടു -2 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് എനർജി. നിങ്ങൾ നോക്കൂ, സർഫസ് ടെൻഷന്റെയും സർഫസ് എനർജിയുടെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. എന്താണ്? എം ടി റൈസ് ടു -2. ഓക്കെ, അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഗ്രേഡിയന്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ്. അപ്പൊ ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആകുമ്പോഴോ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഓർത്ത് വെച്ചോണം, ഗ്രേഡിയന്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. അത് ഓർമ്മയിൽ വേണം. അപ്പൊ ചേഞ്ച് ഓഫ് വെലോസിറ്റി എടുത്താൽ ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി മൈനസ് ചെയ്യണം. അപ്പൊ ആൻസർ ഈസ് എ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല പറയൂ? എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ലെങ്ത് അല്ലേ? അപ്പൊ വെട്ടിപ്പോയി. സോ ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി ഗ്രേഡിയന്റ്. മറക്കരുത്, ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി ഗ്രേഡിയന്റ്. അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കേട്ടിട്ടുണ്ടോ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രഷർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയന്റ്. പ്രഷർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ്. പ്രഷറിന്റെ ആൻസർ അറിയാമോ? പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ ഒന്ന് പറയൂ? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ആണല്ലേ? ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ടി റൈസ് ടു -1. അപ്പൊ ആൻസർ എന്താ എന്ന് പറയൂ? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 അതുപോലെ എഴുതാം. ഇത് മേലെ കയറ്റിയാൽ ടി റൈസ് ടു 1 ആയി. അപ്പൊ ആൻസർ എന്താ എന്ന് പറയൂ? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു എന്തായി? -2 1 കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? -1 വരും. അപ്പൊ മറക്കരുത്, എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അടുത്ത് റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താണ് റേഡിയസ് ഓഫ് ജൈറേഷൻ? നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൊരു സംഭവം തന്നെയാണ്. റേഡിയസ് ഓഫ് ജൈറേഷൻ ഈസ് എ ഡിസ്റ്റൻസ്. അതൊരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ അതൊരു ലെങ്ത് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല? എൽ. പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളതാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഇനി മാസിന് നമ്മൾ എന്തെന്ന് എഴുതും? എം എന്ന് എഴുതും. ഡിസ്റ്റൻസ് ഒരു ലെങ്ത് അല്ലേ? അപ്പൊ എൽ സ്ക്വയർ. അപ്പൊ എം എൽ സ്ക്വയർ ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അടുത്തത് ടോർക്ക്. ടോർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പൊ നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് കാണുന്നതിന് ഫോഴ്സും ഡിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്യും. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഫോഴ്സും ഡിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല പറയൂ? എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? എം പറയൂ? എൽ സ്ക്വയർ ടി റൈസ് ടു -2. So m L square T raised to -2 is the dimensional formula of a torque. അടുത്തത് വേവ് ലെങ്ത്.
അടുത്ത സാധനം പെട്ടെന്ന് പറയാം, ബുദ്ധിയുള്ള ആളുകൾ ഇപ്പൊ പറയും വേവ് ലെങ്ത്. സജിൻ പറയൂ, വേവ് ലെങ്തിന്റെ വേവ് ലെങ്ത് എന്ന് കേൾക്കുമ്പോ തന്നെ അതൊരു ലെങ്ത് ആണല്ലേ. അപ്പൊ ലെങ്ത് ആണെങ്കിൽ എൽ അല്ലേ, അപ്പൊ വേവ് ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എൽ ആണ്. ഇനി അടുത്തത് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണ്? ബുദ്ധിയുള്ളവൻ ഇപ്പൊ പറയും ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണ്? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വെലോസിറ്റി അല്ലേ. വെലോസിറ്റി ആണെങ്കിൽ LT⁻⁻1 ആയിരിക്കും. പേടിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞോ? ഇനി അടുത്തത് കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും എനർജി അല്ലേ. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല പറയൂ, mL²T⁻². പേടിച്ചോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് പ്രഷർ എനർജി. പ്രഷർ എനർജി കേട്ടിട്ടുണ്ടോ? പ്രഷർ എനർജി. പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ എന്താണ്? നിങ്ങൾ പറയൂ, mL⁻⁻1T⁻² ഇൻറ്റു വോളിയം എന്താണ്? L³ ആണ്. അപ്പൊ ആൻസർ പറയണം. M എഴുതി, L⁻², ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സ്ക്വയർ ആയി T⁻². അപ്പൊ ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വാട്ട്? പ്രഷർ എനർജി. ബുദ്ധിമുട്ടില്ല. അടുത്തത് ആംഗിൾ ഓർ വേറെ ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ആംഗിൾ ആയാലും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയാലും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ല. അടുത്തത് ആംഗുലാർ വെലോസിറ്റി. ഓർ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. ആംഗുലാർ ഫ്രീക്വൻസി. നോക്കൂ, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താണ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ? പറയൂ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ആംഗുലാർ വെലോസിറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാം. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്തെന്നാണ് ചോദിച്ചത്? എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ എങ്ങനെ ആൻസർ എഴുതും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു നോ ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? m⁻⁻0 L⁻⁻0 T⁻⁻0 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ ടൈം. ഇതെല്ലാം 1 അല്ലേ. ഇപ്പൊ ഇതങ്ങ് മേലെ ചെല്ലുമ്പോൾ T⁻⁻1. ഇപ്പൊ T⁻⁻1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ വെലോസിറ്റി. അടുത്തത് ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം അല്ലെ. അതുപോലെ ആംഗുലാർ ആക്സലറേഷൻ ഇപ്പൊ എന്തായിരിക്കും? ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. എന്താണ്? ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ പറയൂ. ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം. ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ആണ്. അപ്പൊ എന്താണ്? ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. പറയൂ, ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ആംഗുലാർ വെലോസിറ്റി മൈനസ് അനദർ ആംഗുലാർ വെലോസിറ്റി. ആൻസർ ഒരു ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റിയുടെ ആൻസർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, T⁻⁻1 ഡിവൈഡഡ് ബൈ ടി. അപ്പൊ എന്ത് വരും? ഈ ടി ഇവിടെ മേല് വരട്ടെ. ഇപ്പൊ T⁻⁻1 ഓൾറെഡി അവിടെ ഉണ്ട്. ഇതിവിടെ മേല് വരുമ്പോൾ T⁻⁻1. അപ്പൊ എന്തായി? T⁻⁻2. So T⁻⁻2 is a dimensional formula of angular acceleration. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ക്വാണ്ടിറ്റി ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഓർഡിനറി മൊമെന്റം, ലീനിയർ മൊമെന്റം. ഊക്ക് എന്ന് പറയില്ല, ഊക്കിന് ഇടി കിട്ടി എന്ന് പറഞ്ഞു. നോക്ക്, ഒരു തന്നെ പതുക്കെ നമ്മളൊന്ന് ചൊറിയാൻ ചെന്നു, ആ ഒറ്റ ഇടി ഇടിച്ചു തന്നു. അപ്പൊ നല്ല ഊക്കിനുള്ള ഇടിയാണ് കിട്ടിയത്. ഊക്കിനെ പറയുന്ന പേരാണ് മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കിനെ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ഇപ്പൊ മിക്സി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയിൽ വിരലുകൊണ്ട് കയറ്റിയിട്ട് കയ്യിൽ കിട്ടി എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റം കിട്ടി. അപ്പൊ കിട്ടാത്തവർ ഇനി ആർക്കെങ്കിലും ആംഗുലാർ മൊമെന്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടപ്പിളക്കിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കൈയിടുക. അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ടയറിൽ കൈയിട്ട് നോക്കിയാലും എന്ത് കിട്ടും?
ആംഗുലാർ മൊമെന്റം കിട്ടും. കേട്ടോ അബ്ദുള്ള? അപ്പോൾ അത് ചെയ്തോണം. ഓക്കെ, ഇനി ചെയ്യോ? ചെയ്യരുത്. നോക്കൂ, സൊല്യൂഷൻ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെന്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി, എം എൽ ടി റൈസ് ടു മൈനസ് 1 ഇൻറ്റു ഡിസ്റ്റൻസ് എൽ. അപ്പൊ ആൻസർ എന്തായി? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ മൊമെന്റം. അടുത്തത് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഓർത്ത് വെച്ചോണം. നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ഇതെല്ലാം. ബോൾസ്മാൻ കോൺസ്റ്റന്റ്, എനർജി ബൈ ടെമ്പറേച്ചർ. എന്താണ് ഇക്വേഷൻ? എനർജി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. എനർജി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. എനർജിയുടെ ആൻസർ നമുക്കറിയാം. എന്താണ്? പറയൂ. എം പറയണം, എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് നമുക്ക് ഒന്നുകിൽ കെ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടെമ്പറേച്ചറിന് കെ എന്നോ തീറ്റ എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ഇവിടെ കെ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ആൻസർ എന്തായി? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇത് മേലിൽ പോകുമ്പോൾ കെ റൈസ് ടു മൈനസ് 1. ഇറ്റ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അപ്പൊ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല പറയൂ. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 കെ റൈസ് ടു മൈനസ് 1. അടുത്ത് വീൻ കോൺസ്റ്റന്റ്. എന്താണ്? വീൻ കോൺസ്റ്റന്റ്. വീൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഇൻറ്റു ടെമ്പറേച്ചർ എന്നാണ്. വേവ് ലെങ്ത് ഇൻറ്റു ടെമ്പറേച്ചർ. വേവ് ലെങ്ത്, ലെങ്ത് അല്ലേ? അപ്പോ എൽ ഇൻറ്റു ടെമ്പറേച്ചർ നമുക്ക് കെ. അപ്പൊ എൽ കെ ഓർത്ത് വെച്ചോണ്ട. എൽ കെ ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വീൻ കോൺസ്റ്റന്റ്. അടുത്തത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് മറന്നോ? സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക്, എഫ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ. എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ക്രോസ് ചെയ്താൽ ജി m1 m2 ഈസ് ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ എന്നായില്ലേ? ഇനി ജി എന്താന്ന് പറയൂ. വാട്ട് ഈസ് ജി? പറയൂ. എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ പറയണം m1 m2 എന്നല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ പറയൂ, ഫോഴ്സിന്റെ എന്താ? എം എൽ ടി റൈസ് ടു മൈനസ് 2. ആർ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പൊ എല്ലിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു മാസ്, എം ഇൻറ്റു എം. നിങ്ങൾ തന്നെ പറ. ഒരു എം ക്യാൻസൽ ആയി. ബാക്കി ഈ എം മേലെ വരുമ്പം എം റൈസ് ടു മൈനസ് 1 ആയി. അടുത്ത് എല്ലും എൽ സ്ക്വയറും കൂടെ ചേരുമ്പോൾ എൽ ക്യൂബ്. അടുത്ത് ടി റൈസ് ടു മൈനസ് 2. ടി റൈസ് ടു മൈനസ് 2 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അടുത്ത സാധനം ഏതാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. നോക്കൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇ ഈക്വൽ ടു എച്ച് ന്യൂ. ഇതിനകത്ത് ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പൊ ഇതിനകത്ത് എച്ച് എത്ര എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എച്ച് എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയൂ. എനർജി ബൈ ഫ്രീക്വൻസി. എനർജി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. എനർജി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. എനർജിയുടെ ആൻസർ പറയൂ. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ആൻസർ ടി റൈസ് ടു മൈനസ് 1 അല്ലേ? അപ്പൊ ആൻസർ പറയൂ. എന്ത് വരും? ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അതുപോലെ എഴുതി. ഇത് മേളിൽ പോകുമ്പോൾ എന്താവും? ടി റൈസ് ടു 1 ആവും. അപ്പൊ ആൻസർ എന്തായി? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങളിത് കേട്ടിട്ടുണ്ട്. ഞാനൊരു ഇക്വേഷൻ പറയാം. അപ്പൊ നിങ്ങൾ പഠിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എം സി ഡെൽറ്റ തീറ്റ. എം സി ഡെൽറ്റ തീറ്റ. ഇതിനകത്ത് എം എന്ന് പറഞ്ഞാൽ മാസ്, സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒന്നുകൂടെ പറയാം. എം എന്ന് പറഞ്ഞാൽ മാസ്, സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇതിനകത്ത് ഇതെന്തെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സി എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അതിൽ നോക്കി ആൻസർ പറയാം. സി എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയൂ. ഹീറ്റ് എനർജി
ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ പറയൂ മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയുടെ ആൻസർ എന്താണ്? mL² T⁻² ഡിവൈഡഡ് ബൈ മാസ് m ആണ്. ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറെ ടെമ്പറേച്ചർ മൈനസ് ചെയ്യണം. ആൻസർ വിൽ ബി എ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചറിന് K എന്ന് എഴുതി. അപ്പൊ m ക്യാൻസലായി, ബാക്കി നിങ്ങൾ തന്നെ പറയുക. L² T⁻², ഇത് മേലെ പോകുമ്പോൾ K⁻−1. ഇറ്റ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നല്ല എളുപ്പമല്ലേ? അടുത്ത് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ്. അപ്പൊ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് എന്ന് മാത്രം പറഞ്ഞാലും മതി. അതും ഞാൻ ഒരു ഇക്വേഷൻ ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ഈസ് ഈക്വൽ ടു ml. ഓർമ്മയുണ്ടോ? ചില ആളുകളൊക്കെ പഠിച്ചാണ്, ചിലർ പഠിച്ചും കാണൂല. ഹീറ്റ് ഈസ് ഈക്വൽ ടു ml. ഇതിനകത്ത് m എന്ന് പറഞ്ഞാൽ മാസ്, L എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ്. ഇതിനകത്ത് L എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ L എങ്ങനെ കാണും നോക്കി പറയൂ. L കാണാൻ എന്താ വഴി? ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ പറയൂ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ്. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി എന്താണ്? mL² T⁻² ഡിവൈഡഡ് ബൈ മാസ്. അപ്പൊ ഏത് ക്യാൻസലായി? m ക്യാൻസലായി. ആൻസർ പറയൂ. L² T⁻² ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ്. ഇനി നമുക്ക് അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, അതിന്റെ ആൻസർ ഇതാണ്. ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്നുള്ളത് ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കട്ടെ. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. ബുദ്ധിയുള്ള ആളുകൾ സർട്ടൻ ആയിട്ട് ആൻസർ പറയും. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഇനി എന്താ ഉള്ളത്? റൈസ് ഓഫ് ടെമ്പറേച്ചർ. റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറൊരു ടെമ്പറേച്ചർ മൈനസ് ചെയ്യുമ്പോഴല്ലേ എത്ര റൈസ് ഉണ്ടായി എന്ന് പറയാ. അപ്പോൾ ആൻസർ ഇവിടെ ഒരു ടെമ്പറേച്ചർ. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയി, ഇവിടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെ മേലെ വരുമ്പോൾ K⁻−1. ഒന്നുകൂടെ ഞാൻ പറയാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണല്ലോ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് എടുത്തോളൂ. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഇവിടെ അങ്ങനെ തന്നെ എടുക്കണം, ഒറിജിനൽ ലെങ്ത്. അപ്പൊ ഇത് രണ്ടും വെട്ടി. ഇപ്പൊ ലെങ്തും വെട്ടി. ഇനി ബാക്കി എന്തേ ഉള്ളൂ? റൈസ് ഓഫ് ടെമ്പറേച്ചറേ ഉള്ളൂ. റൈസ് ഓഫ് ടെമ്പറേച്ചർ കാണാൻ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറെ ടെമ്പറേച്ചർ മൈനസ് ചെയ്യണം. അപ്പൊ ആൻസർ ഒരു ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ഒരു K വരും. ആ K മേലെ വരുമ്പം എന്തായി ആൻസർ? K⁻−1 എന്നായി. K⁻−1. അപ്പൊ K⁻−1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ചാർജ്. എന്താണ് ചാർജിന്റെ ആൻസർ പറയണം. ചാർജ് ഇത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പൊ ഇതിനകത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ ചാർജ് എന്താന്ന് കിട്ടും? ചാർജ് പറയൂ. ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം എന്നാണ്. കറണ്ട് ഇൻറ്റു ടൈം. കറണ്ടിനെ നമ്മൾ I എന്നോ A എന്നോ റെപ്രസെന്റ് ചെയ്യാം. കറണ്ടിനെ നമുക്ക് I എന്നോ A എന്നോ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ കറണ്ടിനെ നമുക്ക് ഞാനിപ്പോ I എന്ന് എഴുതാം, എന്നിട്ട് ടൈമിന് T എന്ന് എഴുതാം. അപ്പൊ IT എന്ന് കിട്ടി. കണ്ടോ? ഇത് ഇഷ്ടമല്ല എങ്കിൽ എന്ത് ചെയ്യാ? കറണ്ടിന് A എന്ന് എഴുതിക്കോളൂ. A ഇൻറ്റു T. അപ്പൊ ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല പറയൂ. IT ഓർ AT. ഓക്കെ, ഇറ്റ് ഓർ അറ്റ്. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എന്ന് കേട്ടിട്ടുണ്ടോ? പൊട്ടൻഷ്യൽ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് എന്നാണ്. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. വർക്കിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. വർക്കിന്റെ ആൻസർ എന്താ? വാട്ട് ഈസ് ദ ആൻസർ ഓഫ് വർക്ക്?
എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ ചാർജ് എന്താണ്? ഞാൻ എ ടി എഴുതട്ടെ, എ ടി എഴുതി. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 അതുപോലെ എഴുതി. ഇത് മേലെ വരുമ്പം എ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 1. ഓക്കെ, ഇനി എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എ റൈസ് ടു മൈനസ് 1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പൊട്ടൻഷ്യൽ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് സ്റ്റീഫാൻസ് കോൺസ്റ്റന്റ്. സ്റ്റീഫാൻസ് കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞോട്ടെ. എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ഇൻറ്റു ടെമ്പറേച്ചർ റൈസ് ടു 4. ഇതാണ് ഇക്വേഷൻ. എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ഇൻറ്റു ടെമ്പറേച്ചർ റൈസ് ടു 4. അടിപൊളി സാധനം അല്ലേ? സി, എനർജിയുടെ ആൻസർ പറയൂ. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഏരിയ എന്താന്ന് പറയൂ, എൽ സ്ക്വയർ. ടൈം എന്താണ്? ടി. ടെമ്പറേച്ചർ എന്താണ്? കെ റൈസ് ടു 4. കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് എൽ സ്ക്വയർ ക്യാൻസൽ ആയി. ബാക്കി പറയണം. എം ടി റൈസ് ടു മൈനസ് 2 അവിടെ ഉണ്ട്. ഈ ടി മേലിൽ ചെല്ലുമ്പോൾ ടി റൈസ് ടു മൈനസ് 1 ആവും. ഈ കെ മേലിൽ ചെല്ലുമ്പോൾ കെ റൈസ് ടു മൈനസ് 4 ആവും. അപ്പൊ ആൻസർ പറയൂ. എം ഇനി ടി റൈസ് ടു മൈനസ് 2 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. അപ്പൊ മൈനസ് 3 കെ റൈസ് ടു മൈനസ് 4 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്റ്റീഫാൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതുവരെ 39 എണ്ണത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് വേണം. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. ബട്ട് വി നീഡ് ഓൾ ദീസ്. കാരണം നമ്മുടെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ ആവശ്യമുണ്ട്. അത്യാവശ്യമുള്ള എല്ലാം ഞാനിപ്പോൾ